Hi friends, Krishna from Eqtfx. ഏകദേശം ഒരു 1 ഇയറിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. എൻ്റെ ഇമ്മീഡിയറ്റ് കസിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഫസ്റ്റ് വീക്കിലാണ് സംഭവിച്ചത്. പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു ശരിക്കും. റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ ആയിട്ട് വൈകുന്നേരം വെളിയിൽ ചിലവഴിച്ച വ്യക്തി രാത്രി വീട്ടിൽ വന്നിട്ട് വിത്തിൻ 2 hours കാർഡിയക് അറസ്റ്റ് ഉണ്ട്. അയാൾ മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് 3-4 സ്റ്റേറ്റിൽ സ്കാറ്റർ ചെയ്ത വലിയൊരു പ്രൊജക്റ്റ് അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജിലായിരുന്നു. സോ ആ സമയത്ത് ബി വിത്ത് ദി ഫാമിലി എന്നുള്ള ഒരു പോളിസി വെച്ച് ഞങ്ങൾ 4 കസിൻസ് അദ്ദേഹത്തിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും എല്ലാ ആക്ടിവിറ്റീസും മാറ്റിവെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് സാധിക്കുകയായിരുന്നത്. ഈ കഴിഞ്ഞ നവംബർ 10 കൂടി ആ വലിയ പ്രൊജക്റ്റ് ബൈ ഗോഡ്സ് ക്രേസ് ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത പോർട്ട്ഫോളിയോസാണ്, പക്ഷേ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ധാരാളം ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു, എനിക്ക് മെസ്സേജസ് അയച്ചിരുന്നു, വാട്സാപ്പ് ചെയ്തിരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുകയാണിപ്പോൾ. So, be with me. മാർക്കറ്റ് ഓൾ ടൈം ഹൈ എത്താൻ നേരത്ത് ധാരാളം ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാർക്കറ്റിലുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. ശരിക്കും ഈ ഓൾ ടൈം ഹൈ പോലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ശരിയല്ലേ? നമ്മൾ 2022 ഏറ്റവും ഡിഫെൻസീവായിട്ടുള്ള 2 സെക്ടേഴ്സ്, അത് ഫാമയും ഐ ടിയും ഹ്യൂജ് വാല്യൂവേഷൻ നമ്മൾ കണ്ടതാണ്, വിറ്റ്നസ് ചെയ്തതാണ്. ശരിക്കും നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയ സമയത്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കാത്തവർക്ക് എങ്ങനെ ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. ആർക്ക് വേണേൽ യൂസ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി എങ്ങനെ പോയാലും നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പല സ്റ്റോക്കുകളും ഇൻഫ്ലക്ഷൻ പോയിന്റിൽ നിന്നും 1 മാസം 1.5 മാസം കൊണ്ട് ബ്യൂട്ടിഫുൾ റിസൾട്ട് പോലെ ഒരു ക്വാർട്ടർ റിസൾട്ട് വന്നു, സ്റ്റോക്ക് നേരെ പോയി ഒരു എക്സെപ്ഷണൽ റിട്ടേൺ കൊടുത്തിട്ട് സ്റ്റോക്ക് അവിടെ വെയിറ്റ് ചെയ്യും അടുത്ത ക്വാർട്ടർ റിസൾട്ട് വരാനായിട്ട്. അടുത്ത ക്വാർട്ടർ റിസൾട്ട് നല്ലതാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും കയറിപ്പോവും. നല്ലതല്ല എങ്കിൽ സ്റ്റോക്ക് നേരെ താഴെ പോകും. ഇത് മാർക്കറ്റിൽ കണ്ടുവരുന്നൊരു ഫിനോമിനനാണ്. ഈ ഒരു ചാർട്ട് ഞാൻ 6 സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നിങ്ങളിപ്പോൾ കാണിക്കാം. നിങ്ങൾ ആ ചാർട്ടൊന്ന് മനസ്സിലാക്കും, എന്നിട്ട് വേണം എനിക്ക് കൺസെപ്റ്റിലേക്ക് കിടക്കാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് വെച്ചാൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനിൽ പോകുന്നതിന് മുമ്പുള്ള മുമ്പത്തെ പോയിന്റിനാണ് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ നിന്നും ഒരു സംഗതി എന്ത് കാര്യവും അവിടെ നിന്ന് മൂവ് ചെയ്താൽ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലേക്കാണ് ഒബ്ജക്റ്റ് പോകുന്നത്. ശരിക്കും സ്റ്റോക്കിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, പൊട്ടിത്തെറിക്കാൻ പോകുന്നതിന് മുമ്പുള്ള പോയിന്റിനെയാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ എഡിഷൻ കൊണ്ട് പെർഫോമൻസ് ഒരു ലെവലിൽ നിന്നും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്യും ഷോർട്ടസ്റ്റ് സ്പാൻ ഓഫ് ടൈമിൽ. അതാണ് സ്റ്റോക്കിലെ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന സംഗതി. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് 20 ട്രേഡിംഗ് ഡേ 25 ട്രേഡിംഗ് ഡേ കൊണ്ടൊക്കെ ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ നിഫ്റ്റി എങ്ങനെ പോയാലും വേൾഡ് മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്താലും ഇന്നും നമ്മുടെ മാർക്കറ്റിലുണ്ട്. ശരിക്കും അതിൻ്റെ ഏതാനും എക്സാമ്പിൾസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ചാർട്ട് Q1 റിസൾട്ട് എന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് ജൂണിലെ റിസൾട്ട് കൂടെ ചേർന്ന് ബെസ്റ്റ് വാല്യൂ പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ശേഷം ആ Q1 റിസൾട്ട് വരുന്നത് ജൂലൈ മാസം 3ാമത്തെ ആഴ്ചയിലാണ്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സ്റ്റോക്കിൽ റിസൾട്ട് വരുന്ന അന്ന് 327 ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ വില, തലേദിവസം ക്ലോസിംഗ്. അവിടെ നിന്നും അവർ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months കൊണ്ട്, ദാറ്റ് മീൻസ് ജൂലൈ ടെക്നിക്കൽ റിസൾട്ട് വന്നു, ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസമാണ് Q2 എന്ന് പറയുന്ന സംഗതി. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള എന്ത് എസ്കലേഷൻ കൊടുത്തെന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സ്റ്റോക്കിൽ 327 നിന്നും ആ സ്റ്റോക്ക് 763 rupees 15 paisa, ഓൾമോസ്റ്റ് 30 to 40 times ആണ് സ്റ്റോക്ക് എസ്കലേറ്റ് ചെയ്തത് ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months. അതിനുശേഷം എന്താ സംഭവിച്ചത്?
Q2 റിസൾട്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലെ റിസൾട്ടും അത് വന്നത് ഒക്ടോബർ മാസമാണ് ശരിക്കും. റിസൾട്ട് വന്നതിന് ശേഷം അതൊന്നുകൂടെ എസ്കലേറ്റ് ചെയ്തു. കാര്യം വെച്ചാൽ Q2 റിസൾട്ട് വാസ് ഈക്വലി ബെസ്റ്റ് കമ്പയർഡ് ടു Q1 റിസൾട്ട്. സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് 4 months കൊണ്ട് 327 നിന്നും 1999 എത്തി ഹൈ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് സെയിം Q1 റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഓഗസ്റ്റ് മാസം സെക്കൻഡ് വീക്ക് വന്ന സ്റ്റോക്കാണ് Q1 റിസൾട്ട്. അന്ന് 304 ആയിരുന്നു. ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months 680 എത്തി ശരിക്കും. അത് കഴിഞ്ഞ ശേഷം Q2 റിസൾട്ടും ഈക്വലി മാച്ചിങ് ആയതുകൊണ്ട് സ്റ്റോക്ക് 936.4 ഹൈ. ഓവർ എ പീരീഡ് ഓഫ് 4 മാസം കൊണ്ട് 3 ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സ്റ്റോക്ക് നോക്കൂ, Q1 റിസൾട്ട് ബെസ്റ്റ് ആയിരുന്നു. സ്റ്റോക്ക് 642 നിന്ന് ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 3 വീക്സ് കൊണ്ട് സ്റ്റോക്ക് 811 രൂപ ഹിറ്റ് ചെയ്തു. പക്ഷേ Q2 റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. സ്റ്റോക്ക് അപ്പടി പൊളിഞ്ഞ് താഴത്തേക്ക് പോയി. Q1 642 നിന്നും ആണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയതെങ്കിൽ റിസൾട്ട് Q2 റിസൾട്ട് മോശമായപ്പോഴത്തേക്കും സ്റ്റോക്ക് 642 നിന്ന് താഴെ പോയി ശരിക്കും. 540 പോയി ശരിക്കും. 811 ഒക്കെ എടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം സ്റ്റോക്കിൽ പ്രാക്ടിക്കലി പെട്ടുപോയി ശരിക്കും. ഇതും അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ്. ജൂലൈ മാസം എന്താ പറയണ്ടേ റിസൾട്ട് വന്നപ്പോഴേക്കും 821 നിന്നും സ്റ്റോക്ക് 1409 രൂപ 90 പൈസ എത്തി. സെയിം ക്വാർട്ടറിൽ Q1 റിസൾട്ടിന്റെ ബേസിൽ 821 നിന്നും 1409.90 സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ ഹിറ്റ് ചെയ്തു. സംതിങ് അറൗണ്ട് എത്ര പെർസെന്റ്? സംതിങ് അറൗണ്ട് 70-75% കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 20-30 ട്രേഡിംഗ് ഡേയ്സ്. അതിനുശേഷം Q2 റിസൾട്ട് സ്റ്റോക്ക് വെയിറ്റ് ചെയ്ത് നിന്നു. Q2 റിസൾട്ട് മോശമായിരുന്നു. സ്റ്റോക്ക് ടോട്ടലി കൊളാപ്സ് ആയി താഴെ പോയി ശരിക്കും. ഇതുപോലെ ഇത് ലേറ്റസ്റ്റ് ആണ്. Q2 റിസൾട്ടിന്റെ പുറത്ത് ദാറ്റ് മീൻസ് ഏപ്രിൽ മെയ് ജൂൺ Q1 ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ Q2 ആണ്. ആ ക്യാൻഡിൽ റിസൾട്ട് വന്നത് നവംബർ ഫസ്റ്റ് വീക്കിലാണ് Q2 റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. നവംബർ ഫസ്റ്റ് വീക്കിൽ ഈ സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് പ്രൈസ് 2000 ആയിരുന്നു. അത് 50% കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 3 വീക്സ്. 3 ആഴ്ച കൊണ്ട് 50% റിട്ടേൺ ആണ് കൊടുത്തത്. ഈ സ്റ്റോക്ക് സെയിം തന്നെ പെർഫോമൻസ് Q3 ബെസ്റ്റ് റിസൾട്ട് കൊടുത്തുകൊണ്ട് തന്നെ 1920 നിന്നും സ്റ്റോക്ക് 1746 ഓൾ ടൈം ഹൈ അടിച്ചു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് കാണിച്ച 2 ചാർട്ട് എന്ന് വെച്ചാൽ ഈ Q3 കാണിച്ച കൊടുത്ത പെർഫോമൻസസ് ആണ് 50%, 49%. ഓക്കെ, യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഈ ഒരു പെർഫോമൻസ് അടുത്ത ക്വാർട്ടറിൽ ഇവർ റിപ്പീറ്റ് ചെയ്യുമെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ Q2 റിസൾട്ട് ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഈ കറന്റ് റണ്ണിങ് Q3 ഇവർ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഈ Q3 റിസൾട്ട് ബെസ്റ്റ് പെർഫോമൻസ് ആകണമെന്നുള്ളതിന് ദർ ഇസ് നോ ഗ്യാരണ്ടി അറ്റ് ഓൾ. അങ്ങനെ ബെസ്റ്റ് പെർഫോമൻസ് അല്ല എങ്കിൽ ഈ സ്റ്റോക്ക് അതേപോലെ താഴെ പോകാനുള്ള സാധ്യത അടുത്ത ക്വാർട്ടറിൽ കൂടുതലാണ്. സപ്പോസ് ബെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ ആ സമയത്ത് റിസൾട്ട് ഡിക്ലെയർ ശേഷമുള്ള ഡിമാൻഡ് ക്യാൻഡിൽ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തുമാത്രം കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വാർട്ടറിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു പ്രോബബിലിറ്റി സ്റ്റഡിയും ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഈ ക്വാർട്ടർ റിസൾട്ട് വന്നു. റിസൾട്ടിന്റെ പുറത്ത് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കിനെ ഇൻഫ്ലക്ഷൻ പോയിന്റിൽ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി. ഈ ചാർട്ട് നിങ്ങൾ മനസ്സിലായില്ലേ? ആദ്യത്തെ 2 സ്റ്റോക്ക് കഴിഞ്ഞ Q1 റിസൾട്ട്. Q1 എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂണിലെ റിസൾട്ട് ജൂലൈയിൽ വന്നു. ജൂലൈയിൽ കൊടുത്ത അപ്രീസിയേഷൻ ഹ്യൂജ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഡബിളായി. ആദ്യത്തെ ഒരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഡബിളായി. 2 സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഡബിളായി. Q2 റിസൾട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബറിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും കയറിപ്പോയി ഓവർ എ പീരീഡ് ഓഫ് 4 months 3 times ആണ് റിട്ടേൺ കൊടുത്തത്. രണ്ടാമത്തെ 2 സ്റ്റോക്ക് Q1 റിസൾട്ട് വന്നു. ബെസ്റ്റ് റിസൾട്ട് ആയിരുന്നു. സംതിങ് അറൗണ്ട് 60 ഒരു സ്റ്റോക്ക് 35-40% റിട്ടേൺ കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് 1.5 മാസം. അടുത്ത സ്റ്റോക്ക് സംതിങ് അറൗണ്ട് 60-70 റിട്ടേൺ കൊടുത്തു എഗെയിൻ ഓവർ എ പീരീഡ് ഓഫ് 1.5 മാസം. ഈ ക്വാർട്ടർ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ ക്വാർട്ടറല്ല, Q2 റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. Q2 റിസൾട്ട് ഈ ക്വാർട്ടറിൽ വന്നു. റിസൾട്ട് മോശമായി, സ്റ്റോക്ക് താഴെ പോയി. മൂന്നാമത്തെ 2 സ്റ്റോക്ക് ഞാൻ നിങ്ങളെ കാണിച്ചത് Q2 റിസൾട്ട് ബെസ്റ്റ് ആയതുകൊണ്ട് ഈ Q3 വന്ന കൊടുത്ത റിട്ടേൺ ആണ്. ഒരു സ്റ്റോക്ക് 43% റിട്ടേൺ കൊടുത്തു 1.5 മാസം കൊണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് 50% റിട്ടേൺ കൊടുത്തു ഹാർഡ്ലി 20 ഡേയ്സ്. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ എങ്ങനെ പിക്ക് ചെയ്യാൻ സാധിക്കും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ട്രേഡിംഗ് കംപ്ലീറ്റ് ഷോർട്ട് ടൈം, ദാറ്റ് മീൻസ് റിസൾട്ട് വന്ന അന്ന് മുതൽ അടുത്ത റിസൾട്ട് സീസൺ തുടങ്ങുന്ന വരെയുള്ള 1.5 മാസത്തിനുള്ളിൽ എങ്ങനെ സമ്മപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിന് പേഷ്യൻസ് വേണം, ഡിസിപ്ലിൻ വേണം, സ്ട്രെയിൻ ഉണ്ട്, പെയിൻ ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. എല്ലാത്തിലുപരി
ഗോഡ്സ് ഗ്രേസ് അത്യാവശ്യമാണ് ഈ ഒരു സക്സസ്സിന് വേണ്ടി. കാര്യം സക്സസ് ഹ്യൂജാണ്. കിട്ടിക്കഴിഞ്ഞാൽ റൈറ്റായിട്ട് അനലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് വിൽ ഗിവ് യു എക്സെപ്ഷണൽ സക്സസ്. മിനിമൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകത്തുള്ളൂ. വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഒരിക്കലും നമ്മൾ സ്റ്റോക്കിൽ പെട്ട് കിടക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്ന് ആ ക്വാർട്ടർ റിസൾട്ട് വന്ന് അപ്പോൾ മുതൽ ആ സീസൺ ആ ക്വാർട്ടർ തീരുന്ന വരെയുള്ള ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ. ശരിക്കും അടുത്ത ക്വാർട്ടർ റിസൾട്ട് തുടങ്ങാൻ നേരത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ടോട്ടലി സീറോ ആണ്. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. ഞാൻ ഈ കൺസെപ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 സെപ്റ്റംബറിലാണ്. ശരിക്കും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കസിൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു വലിയൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 5 മാസത്തെ ബേസിക് സ്റ്റഡി കൊണ്ട് ഞാൻ ഫെബ്രുവരി മാസം 24-ാം തീയതി അന്നാണ് റഷ്യ ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. കാര്യം ഈ 5 മാസത്തെ സ്റ്റഡി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സംഗതി ഞാൻ ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. എങ്കിൽ മാത്രമേ കറക്റ്റ് നമ്മൾ സക്സസ്സിൻ്റെ ഒരു പരിധി വരെ മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനന്ന് 3 സ്റ്റോക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നോർമലി ഇങ്ങനത്തെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് നമുക്ക് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലുമാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും. റെയറായിട്ട് നമുക്ക് ബിഗ് ക്യാപ്പിൽ കാണാൻ സാധിക്കും. പക്ഷേ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഇഷ്ടംപോലെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഓരോ ക്വാർട്ടറിൽ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫെബ്രുവരി മാസം 24-ാം തീയതി അന്നാണ് റഷ്യ ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്ത ദിവസം. അന്നാണ് മാർക്കറ്റ് ഏറ്റവും വോളറ്റൈലായിട്ടുള്ള ദിവസം. ശരി, നമ്മുടെ ഇന്ത്യ ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ക്ലോസ് ടു 2730 ആണ്. ശരിക്കും നോർമലി ഏറ്റവും ശാന്തമായിട്ടുള്ള അവസ്ഥ 1314 ആണ്. അപ്പോൾ ഏറ്റവും ഹ്യൂജിലി വോളറ്റൈലായിട്ടുള്ള അവസ്ഥയാണ് 2730 എന്നൊക്കെ പറയുന്ന സമയം. ഈ സമയത്ത് നോർമലി ആൾക്കാർ ടെൻഷനായിരിക്കുന്ന സമയത്ത് ഞാൻ മിനിമൽ ക്വാണ്ടിറ്റിയിൽ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതൊരു എക്സ്പെരിമെൻ്റാണ്, ലോസാകട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ 3 സ്റ്റോക്ക് മേടിച്ചു. നഹർപുളി, GMDC, നാച്ചുറൽ ക്യാപ്സൂൾ. ഇത് 3ഉം 1 മാസം കൊണ്ട് തന്ന റിട്ടേൺ എക്സെപ്ഷണലായിരുന്നു. ശരിക്കും മാർച്ച് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയുള്ള റിട്ടേൺ ഈ 3 സ്റ്റോക്കും തന്നത് നഹർപുളി, GMDC ആൻഡ് നാച്ചുറൽ ക്യാപ്സൂൾ. നിങ്ങളിന്ന് ചെക്ക് ചെയ്ത് നോക്കും. ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. നഷ്ടം വന്നാൽ എന്നുള്ള പോയിൻറ്റിൽ തന്നെയാണ് ഞാൻ ഈ സ്റ്റോക്കിൽ നിന്നത്. പക്ഷേ അത് തന്നൊരു എക്സ്പീരിയൻസ്, സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ തന്നൊരു എക്സ്പീരിയൻസ്. മാർച്ച് എന്ന് പറയുന്നത് Q4 ആണ്. ശരിക്കും ആ ഒരു 7 മാസം തന്ന എക്സ്പീരിയൻസ് ഹ്യൂജായിരുന്നു. ശരിക്കും ഇതിൻ്റെ പുറത്ത് ഞാൻ Q1 ശരിക്കും അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ വീണ്ടും 3 സ്റ്റോക്ക് ചെയ്തു. അത് TCPL പാക്കേജിങ്, HAL, BDL. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി തന്നെ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ പുതിയൊരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. കാര്യം മറ്റുള്ള പോർട്ട്ഫോളിയോ ആയിട്ട് മിക്സ് ആകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ Q1 വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഫണ്ടാസിൽ അതുവരെ ഫണ്ട ഒരു കോമൺ ജനറൽ ഫണ്ട് അനലൈസ് ചെയ്തത്. ഫണ്ടയിൽ വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങി, ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വ്യത്യാസം വരുത്തി തുടങ്ങി, ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ഇൻഫ്ലക്ഷൻ പോയിന്റ് കിടക്കുന്ന സ്റ്റോക്കുകളൊക്കെ അണ്ടർ വാല്യൂഡ്, എക്സ്പെഷ്യൽ ഫണ്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. ഫണ്ട ഒരു ക്വാർട്ടർ വന്ന് ബെസ്റ്റ് റിസൾട്ട്, ബെസ്റ്റ് ഏണിങ്സ് പെർ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാരാമീറ്റേഴ്സൊക്കെ പക്കയാണെങ്കിൽ ഇവരൊരൊറ്റ കയറ്റം കയറ്റും. 1.5 മാസം 2 മാസം കയറ്റം കയറി അവനവിടെ കിടക്കുന്നതിന് വേണ്ടിയാണ് പുതിയ റിസൾട്ട് അവനെ വീണ്ടും അടുത്ത വാല്യൂഷനിലേക്ക് മാറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ആ വാല്യൂഷനിലേക്ക് മാറ്റിയില്ല എങ്കിൽ ഇവൻ അതിനേക്കാൾ സ്പീഡ് താഴെ പോകും. അഥവാ മാറ്റിയെങ്കിലോ അതിനേക്കാൾ സ്പീഡ് നേരെ മുകളിലേക്ക് പോകും. ഇതാണ് ബേസിക് ബിഹേവിയർ സ്ട്രക്ചർ. ഇതിൻ്റെ അകത്ത് തന്നെ പല ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ശരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പരിമിതമായിട്ടുള്ള 4-7 മാസം എക്സ്പീരിയൻസിൻ്റെ പുറത്ത് Q1 വന്നപ്പോഴത്തേക്കും എടുത്ത 3 സ്റ്റോക്കിൽ ഫണ്ട് കുറേക്കൂടെ ടൈറ്റാക്കി ബിഹേവിയർ പാറ്റേൺ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പല ബിഹേവിയർ നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആദ്യമായിട്ട് ഔട്ട് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഞാൻ Q1 ആഡ് ചെയ്തു. സെയിം Q1 റിസൾട്ട് വാസ് അമേസിങ് ആയിരുന്നു ശരിക്കും. അപ്പം 4-3-7 Q1 കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 10 മാസം എക്സ്പീരിയൻസ് ആയി. ഈ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ മാത്രം ഞാൻ എൻ്റെ കസിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ലാർജ് പ്രോജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഞാൻ മാറ്റി. ശരിക്കും Q2 വന്നപ്പോഴത്തേക്കും ടെക്നിക്കൽ ആസ്പെക്ട്സ് എനിക്ക് വേണ്ടി ഞാൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതി.
ഞാൻ 2 എന്താ പറയുക ഔട്ട് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തു, പിവറ്റ് ബേസ്ഡ് ട്രേഡിങ്ങിന് ആഡ് ചെയ്തു, ഫിബോനസി ആഡ് ചെയ്തു. ആർ എസ് ഐ ബേസിക്കലി എൻട്രിക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ആർ എസ് ഐ എക്സിറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റി. ദാറ്റ് മീൻസ് ആർ എസ് ഐ ശരിക്കും ആ ബെയറിഷ് ഡൈവർജൻസ് വന്നിട്ട് ഒരു പോസിറ്റീവ് ഡൈവർജൻസ് കൊടുക്കുന്ന ഒരു തിരിവുണ്ടല്ലോ, ആ തിരിവ് കണ്ടുപിടിക്കാനായിട്ടും, അതുപോലെ ഒഡീസി സോൺ എന്ന് പറയും. ഒഡീസി സോണിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഹ്യൂജായിട്ട് കയറിപ്പോകുന്ന സോണാണ് ഒഡീസി സോൺ. ഒഡീസി സോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള മെയിൻ 2 പോയിൻറ്റ്സിലേക്ക് ആർ സി എ മാറ്റി ശരിക്കും. അപ്പം 4 ഫോർവേഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ 2 ഔട്ട് പെർഫോമൻസ്, ഒരു പിവട്ട്, ഒരു ഫിബൊനാച്ചി, ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആർ എസ് ഐ, അങ്ങനെ 5 ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്തു. ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ കംപ്ലീറ്റ് റീഡിഫൈൻ ചെയ്തു. ഫണ്ടയിൽ അത് ബേസിക് ഫണ്ട് അനാലിസിസിനോടൊപ്പം തന്നെ റേഷ്യോ അനാലിസിസ് ആഡ് ചെയ്തു. റേഷ്യോ അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, അസറ്റ് ടേൺ ഓവർ റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഇതൊക്കെ ഞാൻ കുറേ കൂടെ ഒരു ബെസ്റ്റ് ഫിൽട്രേഷന് വേണ്ടി ആഡ് ചെയ്തു ശരിക്കും. തുറന്ന് പറയാം, Q2 റിസൾട്ടും ബ്യൂട്ടിഫുള്ളായിരുന്നു ശരിക്കും. എന്നുവെച്ചാൽ Q2 റിസൾട്ട് എന്ന് വെച്ചാൽ Q1 തന്ന റിസൾട്ടിൻ്റെ പുറത്ത് സെലക്ട് ചെയ്ത കമ്പനികളുടെ റിസൾട്ടാണ് Q2 വർക്കൗട്ട് ചെയ്തത്. അതിനുശേഷം Q3 ആയപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് സെറ്റിലായി ശരിക്കും. യെസ്, ദിസ് ഈസ് എ ബേസിക് സിസ്റ്റം ഓഫ് ഡൂയിങ് ദിസ് പെർട്ടിക്കുലർ ഷോക്ക് സ്വിംഗ് ട്രേഡ്. അങ്ങനെ 14 മാസം കഴിഞ്ഞ് ഈ ക്വാർട്ടറിലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിലാണ് സ്റ്റോക്ക് ചെയ്തത്. എക്സെപ്ഷണൽ റിട്ടേൺ ആണ്, കറക്റ്റ് പിക്കാണെങ്കിൽ തരുന്നത്. എപ്പോഴും പുൾ ബാക്കിൽ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ സ്റ്റോക്ക് റിസൾട്ട് വന്നു, ഇൻഫ്ലക്ഷൻ പോയിൻ്റിൽ നിന്ന് സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കയറിപ്പോയി. പിന്നൊരു പുൾ ബാക്ക് വരുമ്പോൾ നമ്മൾ പുൾ ബാക്കിനെ അനലൈസ് ചെയ്ത്, പുൾ ബാക്ക് കംപ്ലീഷൻ അനലൈസ് ചെയ്ത്, പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എൻട്രി വർക്കൗട്ട് ചെയ്യുന്നത് ശരിക്കും. പുൾ ബാക്കിൽ നിന്ന് കയറുന്നത് കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസസ് മിനിമലായിരിക്കും ശരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ട്രേഡ് 1.5 മാസം 2 മാസം ട്രേഡേ ഉള്ളൂ. 2 മന്ത്സ് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ 0 ആണ്. പുതിയ റിസൾട്ട് വരാൻ നേരത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ 0 ആണ്. റിസൾട്ട് വരുമ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു, വി ആർ മേക്കിംഗ് ഡീസൻറ്റ് പ്രോഫിറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയപ്പോലും പുൾ ബാക്കിൽ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ലോസസിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും ശരിക്കും. സോ വി ആർ ഗെറ്റിംഗ് ബെസ്റ്റ് പ്രോഫിറ്റ്സ് ഇൻ സക്സസ് ട്രേഡ്സ് ആൻഡ് വി ആർ ലൂസിങ് വെരി മിനിമൽ ഇൻ ട്രേഡ്സ് വെയർ വി ഹിറ്റ് സ്റ്റോപ്പ് ലോസസ്. അടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ പോർട്ട്ഫോളിയോ ടോട്ടലി 0 ആക്കും. ഒരു കേസിലും നമ്മൾ പെട്ടുപോകാറില്ല ശരിക്കും. സോ 14 മാസം കൊണ്ട് ഞാൻ ഈ ട്രേഡിനെ സോളിഡിഫൈ ചെയ്തു എന്നുള്ളതാണ് ദൈവാനുഗ്രഹം. സത്യത്തിൽ ഞാൻ ഈ ഒരു റിസർച്ചിലാണെന്നറിയാവുന്ന എൻ്റെ പല സ്റ്റുഡൻസും എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു, സാർ ഇതൊന്ന് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണല്ലോ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ പുറത്ത് എൻ്റെ കസിൻ്റെ പ്രോജക്ട്സ് ഞങ്ങൾ November 10th വി ആർ ടോട്ടലി കംപ്ലീറ്റഡ്. ആ കമ്പനി ഡിസോൾവ് ചെയ്തു ശരിക്കും. അതിനുശേഷം ഞാൻ ഇതിൽ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ വിളിച്ച് ഐ ടേക്കൻ 3 സെഷൻസ് റണ്ണിങ് ഇൻ ടു 10 hours ആക്ച്വലി. ഡീറ്റെയിൽ ആയിട്ട് പിൻ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവർ എല്ലാ സംശയങ്ങളും ക്ലാരിഫൈ ചെയ്തു കൊടുത്തു. ബിലീവ് ദാറ്റ്, ഹോപ്പ് ദാറ്റ്, പ്രേ ദാറ്റ് അടുത്ത ക്വാർട്ടർ മുതൽ ദേ ക്യാൻ ഡു 1 days ഇൻ ട്രേഡിങ് ആക്ച്വലി, ഈ ഷോർട്ട് സ്പാൻ ഉള്ള ട്രേഡിൽ ശരിക്കും. അതിനുശേഷം ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. നിങ്ങളോട് എൻ്റെ ബെസ്റ്റ് വേയിൽ ഐ വിൽ മേക്ക് ദ പ്രസൻറ്റേഷൻസ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ 10 മണിക്കൂർ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ 2-3 വീഡിയോയിൽ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോയിലും ഒരു 15-20 മിനിറ്റ്സിന് മേളിപ്പോയാൽ ഭയങ്കര ബോറടിക്കും ശരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരുന്നതിൻ്റെ പരിമിതികൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ വിത്തിൻ മൈ ലിമിറ്റേഷൻ എനിക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് ഐ ആം വില്ലിങ് ടു ഷെയർ. ഇതിൻ്റെ അത് സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്ത് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാം. prosip23@gmail.com എനിക്ക് മെയിൽ ചെയ്യാം. നിങ്ങളുടെ ചോദ്യം സീരിയസ് ആണെങ്കിൽ, നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ആ എക്സ്പ്ലോറേഷൻ കറക്റ്റ് ആണെങ്കിൽ എൻ്റെ സമയം സൗകര്യം അനുസരിച്ച് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബേസിക് ഫണ്ട് അനാലിസിസിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ മുതൽ നമുക്ക് 2-3 വീഡിയോ ഉണ്ട്. ഐ വിൽ ട്രൈ ടു മേക്ക് ദി ബെസ്റ്റ് പ്രസൻറ്റേഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.